കുറച്ച് നിൽക്കുന്നുണ്ട്. അത് എൻ്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു. അയാൾ മലയാളി ഡയറക്ടർ അല്ല, പക്ഷേ ഹിസ് എ മലയാളി, രാജേഷ് ടച്ച് റിവർ എന്ന് പറഞ്ഞിട്ട്. അത് ബൈലിംഗ്വൽ മൂവിയാണ്, തെലുഗു ഒഡിയ ആയിട്ട്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. ആ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു സെറ്റാണ്. നമ്മളൊന്ന് അതായത് കുടിക്കുന്ന വെള്ളത്തിൽ പോലും, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ പോലും ആ ഒരു ഡിസ്പാരിറ്റി നമുക്ക് കാണാൻ പറ്റും, ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ പറ്റും. നീ ഒരു ടാഗ് ലൈൻ തന്നൊരു വ്യക്തി, അല്ലെങ്കിൽ ന്യൂ കമ്മറാണ് ഇവർ തരുന്ന ഈ ന്യൂ കമ്മർ പുതുമുഖം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനമല്ല ആക്ച്വലി തോന്നുന്നത്. അതിനകത്ത് കുറേ ഹിഡൻ മീനിങ്സ് ഉണ്ട്. ഇൻഡസ്ട്രി നമുക്ക് തരുന്ന കുറേ ഹിഡൻ മീനിങ്സ് ഉണ്ട്. നമ്മുടെ ബേസിക് റൈറ്റ്, നമ്മുടെ ഹ്യൂമൻ റൈറ്റ് പോലും നമ്മൾ മറക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്ന വിഷയം. ഈ ന്യൂ കമ്മർ എന്ന് പറയുന്ന ടാഗ് ലൈൻ പലപ്പോഴും ഒരു ഹിഡൻ അജണ്ടയാണ് എന്നുള്ളതുണ്ട്. അതൊരിക്കലും ഒരു അഭിമാനിക്കേണ്ട കാര്യമല്ല. അപ്പം അയാളും ഇതുപോലെ തന്നെയാണ്, ഒന്നും മാറ്റി നിർത്തേണ്ട ആളൊന്നുമല്ല. പക്ഷേ എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹമാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കഷനൊക്കെ ഇരിക്കുമ്പോൾ തന്നെ സഡൻലി പിടിച്ച് വലിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഷൂട്ട് തുടങ്ങി കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞപ്പം ഭീകരമായിരുന്നു അയാളുടെ സെക്ഷുവൽ ചോവ കലർത്തിയ സംസാരങ്ങളും അറ്റാക്കുകളും. പക്ഷേ ഇയാൾ ഈവൻ സെറ്റിലുള്ള എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും നോബഡി വിൽ സ്പീക്ക്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെ ചാൻസ് പോകണ്ട. ഇയാൾ വളരെ നോൺസെൻസ്ഫുള്ളിയാണ് ഇയാൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു കാര്യം, സുനിത കൃഷ്ണനാണ് അതിൻ്റെ കോ പ്രൊഡ്യൂസറും. സുനിത കൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ വൈഫ്. ഷീ ഈസ് ഓൾസോ കോ പ്രൊഡ്യൂസർ ഓഫ് ദ മൂവി. അതിന് അന്ന് സ്കെഡ്യൂൾ ചെയ്ത നെയിം പട്നഗർ എന്നായിരുന്നു. ഇപ്പോൾ റിലീസ് കഴിഞ്ഞ ഒക്ടോബറിൽ ചെയ്തപ്പോൾ മൈൻഡ് ഗെയിം എന്നായിരുന്നു അതിൻ്റെ റിലീസ് നെയിം വന്നിട്ട്. അപ്പം സുനിത കൃഷ്ണൻ്റെയൊക്കെ ഒരു റിയാക്ഷൻ ഉണ്ട്. അതായത് എൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് ഒരു ദിവസം പോലും അവർ ആ സെറ്റിൽ ആകെ ഒരു ദിവസം മാത്രമാണ് അവർ സെറ്റിൽ വന്നത്. ബാക്കി ഒരു ഡേയും അവർ സെറ്റിൽ വന്നിട്ടില്ല. സോ ആ ദിവസം പോലും എനിക്ക്, ആ ദിവസം എന്നൊക്കെ പറയുന്നത് എൻ്റെ ഏറ്റവും കൂടുതൽ ഭയങ്കര ട്രോമ ആയിട്ട് ഞാൻ അനുഭവിച്ചിരിക്കും ആണ്. ഞാൻ ഒരു സമയത്ത് സുനിത എന്ന് പറയുന്നത് ഞാൻ വളരെ റീഡ് ചെയ്യും, അവരുടെ ലൈഫ് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. രാജേഷ് സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും, രാജേഷ് സാറിന് ഉപയോഗിക്കുന്ന അന്നത്തെ ഒരു രീതി വെച്ച് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാനതൊന്നും യൂസ് ചെയ്യത്തില്ല. അപ്പം പുള്ളിയോട് ഞാൻ ചോദിക്കും, ലൈക്ക് അവരെക്കുറിച്ച് ചോദിക്കും കാര്യങ്ങൾ. ബിക്കോസ് ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഗ്യാങ് റേപ്പ് സർവൈവറാണ്. അപ്പം അതിൻ്റെ ഒരു റെസ്പെക്റ്റ് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു അതാ ഞാൻ പറഞ്ഞു, ഈ പലപ്പോഴും എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ പോലും ദേ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. നമുക്കൊരു എക്സ്പീരിയൻസ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും. പുറത്തുനിന്ന് കാണുമ്പം അയ്യോ അവർക്ക് ഭയങ്കര റെവല്യൂഷണറി ഫിഗേഴ്സ് ആണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ആക്ച്വൽ സെൻസിൽ അതായിരിക്കില്ല. കാര്യം ഞാൻ റെസ്പോണ്ട് ചെയ്തപ്പോൾ അവർ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രൊമോഷൻസും തരത്തില്ല എന്ന് പറഞ്ഞ് ഭീഷണി, അത് ബ്ലാക്ക് മെയിലിംഗ് ആണ്, നിങ്ങൾക്ക് പ്രൊമോഷൻ തരില്ല. എനിക്ക് പ്രൊമോഷൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് ഞാൻ ഇന്നും പട്നഗർ അല്ലെങ്കിൽ മൈൻഡ് ഗെയിം ആ ഫിലിമിനെ ഞാൻ ഫസ്റ്റ് ഫിലിമായിട്ട് കാണുന്നില്ല. ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. സ്ക്രാച്ചിലാണ് ഞാനിവിടെ തുടങ്ങിയിരിക്കുന്നത്, ആ തിയേറ്ററാണെങ്കിലും എല്ലാം. അപ്പം അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. അപ്പം ഈ പുള്ളിക്കാരത്തി ആണെങ്കിലും എനിക്ക് അന്നുണ്ടായിരുന്ന പേയ്മെൻറ്റ്, അതായത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്തിയപ്പോൾ ഹറാസ്മെൻറ്റിൻ്റെ അങ്ങ് അറ്റമായിരുന്നു. ആരും എന്നെ വിശ്വസിക്കുന്നില്ല, എൻ്റെ ഒരു സെറ്റ് എന്നെ ബ്ലെയിം ചെയ്യുന്നു. സോ ഞാൻ അവിടെ ഒരു മൊമെൻറ്റിൽ എത്തിയപ്പോൾ എനിക്ക് ബാക്കി പൈസയും കിട്ടാനുണ്ട്. അത് ഓൾറെഡി ലേറ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു അവരടുത്ത് എനിക്ക് ബാക്കി പൈസ തന്നാലേ ഞാൻ അഭിനയിക്കൂ. ബിക്കോസ് എനിക്ക് സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു. അൾട്ടിമേറ്റ്ലി ആ പൈസ എന്ന് പറയുന്നത് ഞാൻ പണി ചെയ്ത എൻ്റെ ലേബർ, ഞാൻ ചെയ്ത പണിയുടെ കൂലിയാണ്. അത് ചോദിക്കാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. അത് ചോദിച്ചതുകൊണ്ട് മാത്രം ഇത് ഒരു ദിവസം കൊണ്ട് മാത്രമാണ് ഈ പുള്ളിക്കാരത്തി കാണുന്നത്, സുനിത കൃഷ്ണൻ കാണുന്നത്. അവരാകെ സെറ്റിൽ എന്നെ കാണുന്നത് ഒരു ദിവസമാണ്. പ്രൊമോഷൻ എന്തോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ആദ്യത്തെ പ്രസ് മീറ്റിന് എന്തോ ഒരിക്കൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ ദിവസമാണ് ഇവർ ഫസ്റ്റ് ടൈം എന്നെ കാണുന്നത്. സോ അവർ കാണുമ്പം ഞാൻ പൈസ ഡിമാൻഡ് ചെയ്യുന്നു. പിന്നെ ആരൊക്കെയോ പറഞ്ഞത് വെച്ചിട്ട് അവരെന്നെ ജഡ്ജ് ചെയ്താണ്. ഒരു സമയം പോലും അവർ എൻ്റെ അടുത്ത് സിറ്റ് ചെയ്ത്, എൻ്റെ കൂടെ ഇരുന്ന് എന്താണ് സംഭവിച്ചത്, രേവതി എന്താണ് നേരിട്ട് നമ്മളോട് തുറന്ന് പറയും എന്ന് പറയുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തു. ബീങ് എ വിമൺ, ബീങ് ആൻ അനദർ സർവൈവർ. അവരെന്നെ ആക്ച്വലി അവർ സംസാരിച്ചതൊക്കെ ലൈക്ക് ഞാൻ എന്താ സെറ്റിൽ വന്നാൽ മോശമായിട്ട് ഒരു ട്രബിൾ മേക്കർ, ഞാൻ സെറ്റിൽ ബിഹേവ് ചെയ്യാൻ അറിയാത്ത ഒരാളാണ്, ന്യൂ കമ്മേഴ്സ് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫസ്റ്റ് ഫിലിമാണ്, ഇങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്താൽ ഒരിക്കലും ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, സോറി വി വോണ്ട്. പാർട്ണറെ കുറിച്ചുണ്ടായിരുന്ന പരാതി അവർ വില വെച്ചില്ല, മാത്രമല്ല നിങ്ങൾക്കെതിരെ സംസാരിക്കുകയും ചെയ്തു. പാർട്ണറെ കുറിച്ചുള്ള പരാതി അന്ന് ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ ഫസ്റ്റ് ടൈം ഉണ്ടാവുന്നത്. പക്ഷേ അന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പറയണം എന്നുണ്ടായിരുന്നു. സീ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഞാൻ മണി ചോദിച്ചു, ഞാനൊരു ട്രബിൾ മേക്കറാണ്, ഞാൻ സെറ്റിനകത്ത് ബഹളം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്, ദ കോസ്, ആ കോസ് ആരും ചോദിച്ചില്ല. ബഹളം ഉണ്ടാക്കി എന്നുള്ള റിയാക്ഷനിൽ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്തത്. എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന റെസ്പോൺസാണ്. എന്താണ് ട്രിഗർ ചെയ്ത്, എന്താ സ്റ്റിമുലസ്, എന്താണ് കാരണം എന്ന് അവരെങ്കിലും ചോദിക്കുമെന്ന് ചോദിച്ചു. അവർ ചോദിച്ചിട്ടില്ല. പകരം അവിടെയാണ് എനിക്ക് മനസ്സിലായത് ലൈക്ക് എന്തിനാണ് എല്ലാവരും പിന്നെ പല രീതിയിൽ വൈറ്റ് വാഷ് ചെയ്യുന്ന കോ പ്രൊഡ്യൂസർ ആയിരുന്നു. സോ അതുകൊണ്ട് അവർക്ക് വൈഫ് എന്നൊരു സാധനം ഞാൻ മാറ്റി നിർത്തുന്നത്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ. ആസ് എ കോ പ്രൊഡ്യൂസർ, ക്രൂവിൻ്റെ ഒരാളെന്ന നിലയിൽ അവർക്ക് എന്നോട് കാര്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ട് രേവതി റെസ്പോണ്ട് ചെയ്തു,
രേവതി റെസ്പോണ്ട് എനിക്ക് ഇവിടെ റീസൺ ഉണ്ടായിരുന്നു. എനിക്കത് ആ സമയത്ത് പറയാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ദ എൻ്റയർ സെറ്റ് എന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയി. എനിക്കത് അത്രത്തോളം മനസ്സിലെടുക്കാൻ പറ്റുന്നില്ല. അവർ നോക്കുമ്പോൾ പൈസ ഇനിയിപ്പോൾ പൈസ ചോദിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, അത് എൻ്റെ പൈസ അല്ലേ, ഞാൻ വർക്ക് ചെയ്ത പൈസ അല്ലേ, തുടക്കക്കാരി ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാമോ? പിന്നെ ഞാൻ മേക്കപ്പ് ക്രൂവിൻ്റെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചതിന് പോലും ഇയാൾ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. രാജേഷ് സംവിധായകന്റെ ഭാഗത്തു നിന്നുണ്ടായ മോശമായ പെരുമാറ്റത്തെക്കുറിച്ച് അവരോട് സൂചിപ്പിച്ചിരുന്നു. അന്ന് ആ പെർട്ടിക്കുലർ ടൈമിൽ സൂചിപ്പിക്കാനുള്ള ഒരു സ്പേസ് എനിക്ക് അവർ തന്നില്ല. ഞാൻ പോയിരുന്നു, എനിക്ക് ഇച്ചിരി സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സംസാരിച്ച ഉടനെ തന്നെ അവർ എൻ്റെ അടുത്ത് പ്രൊമോഷൻ തരില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒന്നും പിന്നെ അധികം സംസാരിക്കാൻ പറ്റിയില്ല. കാരണം എന്നെ ഭയങ്കര ഹേർട്ടായി.